ഞാനൊരു പോയി തരാന്നാല് നിങ്ങളിപ്പോ ഈ ധൃതിയിലേ പോണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഈ തലമിന്നൽ ഇപ്പൊ മാറിയിട്ടുള്ളൂ. നിങ്ങൾക്ക് അപ്പോത്തിന് പെങ്ങളെ കാണായിട്ട് എത്ര ബേജാറ്. ഓളിപ്പോ പോയിട്ട് കുറെ ആയില്ലേ നബീസോ. ഞാൻ ഇന്നലെ കിടന്നപ്പോൾ ഓളൊന്ന് ഉറക്കത്ത് കണ്ടു. കാണായിട്ടൊരു പൊറുതിയേട്. ഞാൻ ഒന്ന് പോയി നോക്കട്ടെ. വെയിച്ചിട്ടല്ല, എങ്ങനെയൊക്കെ ബസ്സിനങ്ങോട്ട് കയറി പോവാം. ഓൾക്കേ ഇങ്ങളെയും കാട്ടിലും നീച്ചാൻ വെക്കും. ഓളെ ഒന്നാലും ഒന്നും വരൂല. ആ നോൻപ് ലാസ്റ്റ് ഒന്ന് വരും. നിങ്ങൾ വല്ലതും കൊടുക്കും. അപ്പൊ അതിന് വേണ്ടി ഓളൊന്ന് വരും. ഓള് വരാനും ഒറ്റക്കല്ലേ. കുട്ടികളൊന്നും ഇപ്പോൾ ഓള് പറഞ്ഞു കൊടുത്തേക്ക് കിട്ടൂല. അളിയാങ്ക മരിച്ചതിനനുസരിച്ചല്ല ഓളിപ്പോ വല്ലാതെ വരവ് നിന്നത്. വെജായിട്ടാണ് ഓളിപ്പോ ഒറ്റക്ക് പോരാറിന്. അവിടുന്ന് ഒരു ബസ് കയറി പോകുമ്പോ ഇതിന് അടങ്ങാറാണ്. അത്ര ദൂരം നിങ്ങളും ബസ്സിൽ തന്നെയല്ലേ പോണത്, അല്ലാതെ നിങ്ങൾ പറക്കൊന്നല്ലല്ലോ വിമാനത്തില്. ഇവിടുത്തെ വണ്ടി എടുത്ത് പോവാണെങ്കിൽ അതിന് കുറെ എണ്ണ അടിച്ചാണ് നബീസോ. സുക്കൂറിനോടാ അബ്ബാസിനോടാ പറഞ്ഞ ഓൾക്ക് അതിന് ഒഴിവുണ്ടാവില്ല. അതിനെക്കാട് നല്ല ബസ് കയറി പോവന്നല്ലേ. അത് നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണ്. സ്കൂള് പൂട്ടി കുട്ടികളൊക്കെ വിരുന്ന് പോയി ഓലന്മാരോടിക്ക്. അതുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങളപ്പോ ആരേലും ഒന്ന് പറഞ്ഞയക്കഴിഞ്ഞു. ഏതായാലും നിങ്ങൾ നോക്കി പോയി. ഞാൻ നോക്കിയൊക്കെ പോയിക്കോളാം നബീസോ. കിള്ളക്കുട്ടിയൊന്നും അല്ലല്ലോ ഞാൻ. നിങ്ങൾ ഫോണൊക്കെ എടുത്തിട്ടില്ലേ? ആ എടുത്തേക്കണു. നാളെ ആഴ്ചമൂന്റെ അടുത്ത് എത്തിയിട്ടേ നിങ്ങളൊന്ന് വിളിച്ചോണി വിവരത്തിന്. എന്താ ജലീല ഈ നടത്തും നമ്മൾ ആരോടും ചോദിച്ചു നോക്കിയത്. അവിടെ രണ്ടാള് ഇരിക്കണു, അവരോട് ചോദിച്ചു നോക്കുക. ഇവിടെ വാ ഏട്ടാ. എന്തേ ഇവിടെ കല്യാണം ഉള്ളത്? നിങ്ങൾ നായന്മാരാണോ തീയരാണോ? ഞങ്ങൾക്ക് ജാതി ഒന്നും ഒരു പ്രശ്നമല്ല. മൂപ്പരത് പറയാൻ കാരണേ നായന്മാരോടെയും തീയന്മാരോടെയും രണ്ടോടത്ത് കല്യാണം നടക്കുന്നുണ്ട്. എന്നാ പിന്നെ ഞങ്ങൾ പോട്ടെട്ടാ. അതെ സദ്യകാരം. അസ്സലാമലൈക്കും. അലൈക്കും സലാം. എവിടുക്ക കുഞ്ഞപ്പ കയറും അരിയകത്തി കയറ്റി പോണു? ഞാൻ വലിയൊരുനാൾക്ക് കുറച്ച് പോത്താളെ കൊടുത്തിട്ടുണ്ട്. അതിന് ഒന്നിന് കയറും വലിയ ചുകയില്ല. അപ്പൊ ഒന്ന് മാറ്റി കെട്ടാൻ വേണ്ടി കയറും കുറച്ച് പുല്ലൊക്കെ ഉണ്ടാക്കണം. അതിനൊക്കെ പാടിട്ട് ഇറങ്ങിയതാണ് ഞാൻ. നിങ്ങൾ ആഴ്ചമുന്റെ അടുത്ത് കേൾക്കാറില്ലേ? നിങ്ങൾക്ക് ബസ് ഇറങ്ങിയാണ്ട് ഒരു ഓട്ടോറിക്ഷ വിളിച്ചിട്ട് പോന്നൂടേനാ? ബസ് ഇറങ്ങിക്കാണ്ടേ അവിടെ നോക്കിയാപ്പോ ഒരു ഓട്ടോറിക്ഷ ഇല്ല. അപ്പൊ ഞാൻ അങ്ങനെയാണ് നടന്നു. ഇനിയിപ്പോ ആ പീടിയെന്നേ എത്തെങ്കിലും ഒന്ന് സാധനം മേടിച്ചാണ് ഞാൻ പോണം വിചാരിച്ചിരിക്കുന്നത്. അബിക്കുട്ടിന്റെ പീടി അവിടെ തുറന്നേക്കണോ? ഞാൻ ഒരു ചായം കുടിച്ചാണ് ഇങ്ങനെ ഇറങ്ങിയതാണ്. എന്തിപ്പോ ഈ വൈക്ക് വന്നിട്ട് കൊറേ കാലൊക്കെയുള്ളപ്പോ നിങ്ങള് പണ്ടത്തെ മാരൊന്നും ഇപ്പൊ വെജ. അതാണ് വരാത്തത്. തടിയോണ്ട് ആവതുണ്ടായിരുന്ന കാലത്തൊക്കെ എപ്പോഴും വന്നീന്നു. പിന്നെ ഇപ്പൊ കുട്ടികളൊന്നും പോയി ഒന്നുകൂടി കൊടുന്നാക്കി തരിക പറഞ്ഞാല് കൊറേ ദൂരല്ലേ, ഓലൊന്നും പോരൂല. ഇപ്പത്തെ കുട്ടികളൊക്കെ അങ്ങനെ തന്നെയാണ്. സ്നേഹമില്ലല്ലോ കുട്ടികൾക്കൊന്നും. ഇത് പറഞ്ഞ മാതിരിക്കന്നെ മക്കൾക്കൊന്നും ഇപ്പൊ സ്നേഹമൊന്നുമില്ല. ഇപ്പോഴേ കൂടപ്പറപ്പാളെ ഏറ്റവും ഇല്ലല്ലോ ആർക്കും. എന്തെങ്കിലുമൊക്കെ തിരക്ക് കുടിക്കാണ്ട് തെറ്റിപ്പിരിഞ്ഞ് നടക്കേക്കാരം. ഞാനിപ്പോ എപ്പോഴും ഇവിളെടുത്തേക്കൊന്നും വരും. ഇച്ചാകുള്ളത് ഇപ്പൊ വിളനല്ലേ ഉള്ളൂ. ബാപ്പിമ്മയും മരിച്ചതിന് ശേഷം കുറച്ചുകൂടി അടുപ്പം കൂടിക്കാണ് ഞങ്ങളെ സമ്മതിച്ചിടത്തോളം. അങ്ങനെ തന്നെയാണ് ഇപ്പൊ മാണ്ടത്. എപ്പോഴും പോക്കും വരവൊക്കെ നടത്തണം. ഞാൻ അവിടെ പോയി നോക്കട്ടെ. ആ ചെറുക്കൻ അവിടെ നിർത്തിക്കാട് പോന്നാണ്. ഞാൻ കന്നാളെ ലെവലാക്കണം എന്നുണ്ടെങ്കിലൊക്കെ ഞാൻ പോയി വരാം. ഞാൻ അവിടെ വരാം. അവിടെ നടന്നൂടി നിങ്ങൾ. അസ്സലാമലൈക്കും. വലൈക്കും സലാം. നേരത്ര ഒരു പേപ്പർ വന്നിട്ട് ഒരു മനസ്സിലൊന്നാണ്ടെടുത്തേക്കൂല. ഇമ്മ എന്തേ സുക്കൂറ? ഈ പേപ്പർ ഞാനേ പൈസ കൊടുത്ത് കൊണ്ടിരിക്കുന്നതാണ്. എന്തെങ്കിലും ഇതൊന്ന് വായിച്ചാല് ഞങ്ങളൊക്കെ പോട്ടെ. ആ ബൈക്ക് നിങ്ങൾക്കൊന്ന് എടുത്തൂടെ? ഇപ്പൊ വരുത്തുന്ന പേപ്പർ മാത്രം വായിച്ചാൽ മതി എന്നുള്ള നിർബന്ധം ഉണ്ടോ? ഏത് വായിച്ചാലും എന്താ, നമുക്ക് വാർത്ത അറിഞ്ഞാ പോരെ? അതിലേ നോണയാണ് മുഴുവൻ എഴുതി പിടിപ്പിച്ചേക്കണ്ട്. അന്റെ കൈക്കുള്ള പേപ്പറിലും ഒക്കെ നോണന്നെയാണ്. ഏതിലാപ്പൊ സത്യം ഉള്ളത്? നിങ്ങളെ ഇതിനുള്ളിൽ എന്താ എഴുതിയിരിക്കുന്നത് നോക്കാതെ നമ്മളെ പേപ്പറിന് കുറ്റം പറയരുത്. ഇപ്പൊ പറഞ്ഞ മാത്രം ശരിച്ചിട്ടിരിക്കരുത്. ഇടയ്ക്ക് ഇതൊന്ന് വായിച്ചു നോക്കോണ്ടി. അപ്പൊ നിങ്ങൾക്ക് സത്യം എന്താണെന്ന് മനസ്സിലാവും. ഏത് പേപ്പർ ഇറക്കിയാലും ഉമ്മാരുട്ടേ മാസം മാസം പൈസ എടുത്തോണ്ട് ഇപ്പാനെ കണക്കാക്കി നിക്കരുതിട്ടാ. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ വരുത്തുന്ന പേപ്പറിന് ഇപ്പേ പൈസ കൊടുക്കല്? ഇപ്പാനെ അറുത്തിട്ടാ പോലും ഇപ്പൊ ഇതിന്റെ പൈസ കൊടുക്കൂല. അതൊക്കെ പോട്ടെ, പാലും പൈസ കൊടുക്കാൻ 2 ദിവസം ബെഗിക്കണോ? പൈസ ഉണ്ടെങ്കിൽ കൊണ്ടാ. അത് പാലോട് കൊടുക്കാൻ പറയുമ്പോ ഇജയ് വെളുക്കാൻ വേണ്ടിട്ട് പാല് കുടിച്ചാണ്. എന്നിട്ട് പിന്നെ എപ്പോ അതിന് പൈസ കൊടുക്കണ്ടേ? 6 മാസമായി ഇപ്പൊ ഞാൻ പാല് കുടിച്ചു. ഒരു മാറ്റം ഇല്ല എനിക്ക്. ആ അബോക്കരൊക്കെ പാലില് വെള്ളം ചേർക്കുന്ന സംശയമുണ്ട്. അത് സുക്കൂറെ പാലില് വെള്ളം ചേർത്തിട്ടൊന്നല്ല. എന്റെ നിറ അങ്ങനെ തന്നെയാണ്. ഇജ് 10 കൊല്ലം പാല് കുടിച്ചാലും ഇജ് വെളുക്കൂല. അത് നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണ്. മക്കൾ നിറമാണെങ്കിലേ തണ്ടാര് നിറം വേണം. കുറച്ച് നിറമുള്ള വാപ്പാനെ കെട്ടിക്കൂടേനോ? ഇതാ പൗരി പൈസ ഇപ്പാനൊന്നും വാങ്ങിക്കാണ്ടി. ഞാൻ കറത്തില് ഇപ്പാക്കും പങ്കുണ്ട്. എനിക്ക് എന്ത് പറഞ്ഞാലും ഉണ്ട് ഒരു നായ എല്ലാത്തിനും.
അയച്ചുപോവാ അയച്ചുമോ പോയി അയച്ചുപോവാ കാക്ക അജ്ജാ നബീസ് വിളിച്ചിരുന്നോ വണ്ടി ഇറങ്ങിയിട്ട് എനിക്ക് വിളിച്ചൂടെന്നോ എന്നാ കുട്ടികളെ ഞാൻ പറഞ്ഞേക്കൂലേന്നോ അവിടുന്ന് കുറച്ച് ഇങ്ങനെ നടക്കാനല്ലേ ഉള്ളൂ ഞാൻ പിന്നെ അതേ എനിക്ക് വിളിച്ചത് നബീസ് എനിക്ക് വിളിച്ചീനോ അജ്ജ ഇറങ്ങിയായിരിക്കേ നബീസ് വിളിച്ചിരുന്നേ എത്രയാ ഇതൊക്കെ കൊണ്ടുവന്നത് ഇവിടെ കുട്ടികളാരെയും തിന്നാണ്ട അത് ഞാൻ അവിടുന്ന് പീടിന്ന് കണ്ടപ്പോൾ മേടിച്ചതാണ് നല്ലേ നാടൻ മൈസൂരാക്കയാണ് എത്ര പിന്നെ കുടിയത്തെ വർത്താനോ ഞാൻ നോൽമ്പിന് വന്നാ ഈ കുട്ടികൾ പറഞ്ഞാൽ കേൾക്കൂലേ ഒന്ന് ആ വണ്ടി എടുത്ത് പോന്നാൽ മതിയെ പറഞ്ഞാൽ കുട്ടികൾ കേൾക്കന്നില്ല അവിടുത്തെ കുട്ടികളുടെ സ്ഥിതി അതന്നെയാണ് കുട്ടികളൊന്നും ഇപ്പൊ പറഞ്ഞാൽ കേൾക്കൂല ഓൾക്ക് അതിലും വലിയ പണി എന്തേലും ഉണ്ടാവും പിന്നെ ഇപ്പൊ വണ്ടിയൊക്കെ എടുത്ത് വരവേ കുറെ എണ്ണ അടിച്ചേണ്ടി വരും പോരാന് അതിനെക്കാട്ടും നല്ല ബസ്സിന് വരും തന്നെയാണ് അപ്പൊ ഞാൻ ഇങ്ങനെ പോകുന്നത് അതേ പിന്നെ ഇച്ചിപ്പോ 2 ദിവസമായിട്ട് തലമിന്നലായിരുന്നു അതൊരു പേരം കിട്ടിയപ്പോ ഇങ്ങനെ പോകുന്നതാണ് പഠിച്ചവനെ പിന്നെയും തലമിന്നലുണ്ടായ ഞങ്ങൾക്ക് ഇത് നല്ലൊരു ഡോക്ടറെ കാണിച്ചോണ്ടിട്ടാ ചിന്തിരെന്നൊക്കെ ഗതിയിട്ടിട്ട് പോന്നത് ഞാൻ വരൂലെന്നോ ചിരിപ്പോ ഒന്ന് പോകാൻ വിളിച്ചാൽ പോരെന്നോ ഇച്ച അന്നെ കാണാനായിട്ടൊരു സുഖം ഉണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ ഇങ്ങനെ കുത്തിക്കെട്ടി പോയി നമ്മളെ ഇപ്പിയും പോയിനേസേ നമ്മൾ രണ്ടാളല്ലേ ഉള്ളൂ മക്കളായിട്ട് ആണ്ടും കൊണ്ട് മോതാവിൽ കണ്ടിയെങ്കിൽ ഒരേ അടങ്ങാറ് തന്നെയാണ് അന്നെ ആ ദൂരത്തേക്ക് കെട്ടിച്ചതാണ് ആകെ പേച്ചത് അല്ലെങ്കിൽ എപ്പോഴും ഒന്ന് വന്നു പോവുകയും പൊറുതേടില്ലായിട്ടല്ല കാക്ക അളിയാക്കുള്ള അന്ന് ഞങ്ങൾ എപ്പോഴും വരുന്നിന്ന് ഇപ്പൊ മക്കളൊക്കെ കിട്ടിയിട്ടാണ്ടേ ഒന്ന് പോരെങ്കിച്ച് ഞാൻ എന്നോട് എന്നും പറയണമെന്ന് വിചാരിച്ചു ഇവിടുന്ന് ഈ പെരയും കൂടിയും വിറ്റിക്കാണ്ടേ എൻ്റെ ഓരിയിൽ അവിടെ വന്നുകാണ്ട് ഒരു പെര കയറ്റിക്കോ എന്നാൽ നമ്മൾ ഈ തൊട്ടടുത്ത് തന്നെ ആവുമല്ലോ ഒന്നിപ്പോൾ നടക്കൂലാക്ക കുട്ടികൾ ജനിച്ച വളർന്ന നാട്ടിലല്ലേ ഓൾക്ക് തീർപ്പതി ഉണ്ടാവുള്ളൂ ഇച്ചിപ്പോൾ പോതില്ലാഞ്ഞിട്ടൊന്നല്ല തെക്കീലെ മറിയാമോയി എന്നോട് കല്യാണം പറയണമെന്ന് പറഞ്ഞിരുന്നു പേരക്കുട്ടിന്റെ കല്യാണം ഉണ്ടല്ലോ ഇങ്ങോട്ടേറ്റ് വന്നീനോ മറിയാമത്താത്തല്ലേ അയച്ചു വിളിച്ചിരുന്നോ അതിന് വരണമെന്ന് ചേർക്കുന്നുണ്ട് ഞാൻ നമ്മൾ കളിച്ച് വളർന്ന ഒരു കുടിയല്ലേ അത് അതിനെച്ച് 2 ദിവസം മുന്നേ തന്നെയാണ് വന്നാണ്ടി അല്ല കുട്ടികളെ വർത്താനൊന്നും കേൾക്കണില്ല ഇവിടെ ആരും ഇല്ലേ അക്ക കുട്ടികളൊക്കെ ഇവിടെ ഉണ്ടേ ഓലൊക്കെ ചോറ് വെച്ചാണ്ടേ ഒന്നാണ് കിടന്നിക്കണ് നമ്മളിങ്ങനെ വർത്താനം പറഞ്ഞിരുന്ന് ഇത് ചോറ് വെച്ചിട്ടുണ്ടാവില്ല ഇങ്ങോട്ട് പോര് ചോറ് വെച്ച ഞാൻ നബീസൂനൊന്നേ പോകാൻ വിളിച്ചാട്ടോ ഓളത് വിളിച്ചാൻ പറഞ്ഞു ഇതേ ഓഡിറ്റോറിയാണ് കേട്ടോ അതെനിക്ക് തോന്നുന്നത് ഇത് ഓഡിറ്റോറിയം എന്നല്ല ചങ്ങായി ഇതൊരു കമ്പനിയാണ് കണ്ടിട്ട് കമ്പനി ഇത്ര വലുതുണ്ടാവും ഇവിടെ ഒരു ബിരിയാണിന്റെ മണം കൂടില്ല ഒരു മനുഷ്യനെ പറഞ്ഞിട്ട് കാണാനുമില്ല എന്റെ പെണ്ണുങ്ങൾ ചക്കയും കഞ്ഞി കുടിച്ച് പോകാന്ന് പറഞ്ഞാൽ ഞാൻ അതും വേണ്ടാറിനക്കാണ്ട് കൊണ്ട് പോകുന്നതാണ് അപ്പൊ ആ ഓട്ടോറിക്ഷക്കാരൻ പറഞ്ഞില്ല നമ്മളോട് ഇവിടെ ഒരു ഓഡിറ്റോറിയം ഉണ്ടത് അത് പിന്നെ താന്നോയാ ആ ഓട്ടോറിക്ഷക്കാരൻ നമ്മളെ പറ്റിച്ചാണേക്കാരം നമ്മൾ ഈ കല്യാണ പേരിന്ന് പിടിച്ചിട്ടേ വാട്സപ്പിൽ വിട്ടിട്ട് എല്ലാവർക്കും അറിയാം നമ്മളെ ഏതായാലും ഇപ്പൊ ഈ നിർത്തം നിന്നിട്ട് കാര്യമില്ല അങ്ങോട്ട് പോയി നോക്കാൻ പോര് ഒരു വണ്ടിക്കാരനതാ ഇവിടെ കല്യാണം ഈ മാലിൽ നിന്ന് കല്യാണം തന്നെ അല്ലല്ലോ ഇവിടുത്തെ ഒരു വെപ്പേരനാണ് ഞാൻ നമ്മളറിയാതെ ഇവിടെ ഒരു കല്യാണം നടക്കൂല്ലോ ഈ മയിലാടും കുന്ന് പറഞ്ഞ കുന്ന് ഇവിടെ അല്ലേ ഇത് മയിലാടും കുന്നൊന്നുമല്ല ഇത് കോയാടം കുന്നാണ് നിങ്ങളെ രണ്ടാളും എനിക്ക് നല്ല അറിയാം ഞങ്ങളെ കാറ്ററിംഗ് ഗ്രൂപ്പിൽ നിങ്ങളെ ഫോട്ടോ പേരുണ്ട് എപ്പോഴും നിങ്ങളെ പോലത്തെ കുറച്ച് നക്കിയാളുണ്ട് പറയാത്ത കല്യാണത്തിന് പോയി തിന്നല്ലേ ഇത്ര തണ്ടു നടില്ല ഞങ്ങൾക്ക് ഉണ്ടാക്കും പോയി നയിച്ചു നോടാ ഞങ്ങൾക്ക് നിങ്ങൾ ചൂടാല്ലേ കാക്ക നിങ്ങൾ നമ്പറൊന്ന് കാട്ടിക്കാണ് ഇനി വെപ്പുണ്ടെങ്കിൽ ഞങ്ങളോടൊന്ന് പറയും ചേച്ചോട്ടി നിങ്ങളോട് എല്ലാ സഹകരണത്തിനും ഞങ്ങളുണ്ടാവും ചില കഥ പോവാങ്കല്ലേ നിങ്ങളെ പെണ്ണിന്റെ അടിക്കാണി ഇവിടെ പോയി ഇങ്ങനത്തെ ആൾക്കാരോടൊന്നും ചോദിച്ചാൻ പാടില്ല അല്ല കയ്യേ ഇത് മൂന്നാർക്ക് ടൂറൊക്കെ പോയിനോ ഇത് ഫേസ്ബുക്ക് സ്റ്റോറി ഒക്കെ ഇട്ടോളല്ലോ ആര് മൂന്നാർക്കാണ് ചങ്ങായിയെ ഞാൻ ആ റിയാസിനെ കൊണ്ടേ എഡിറ്റ് ചെയ്ത് കണ്ട് മൂന്നാർ ബാക്ക്ഗ്രൗണ്ടൊക്കെ ആക്കിയിട്ട് ഫോട്ടോ വിട്ടതാണ് നാട്ടുകാരൊക്കെ അത് വിടുന്നു അപ്പൊ അതിന് ഞാൻ കണ്ട് പോയിട്ടില്ല അതുകൊണ്ടാണ് വിട്ടാണ് ശരിക്കും മൂന്നാറായി തോന്നുന്നുണ്ടാ ആട് വെക്കാൻ തോന്നി ഞാൻ നല്ല കരുതിക്കണ്ടത് അല്ലട നിങ്ങയ്യേ ഇന്നലെ ഭയങ്കര ഒച്ചപ്പാടല്ല എന്റെ പെരയില് എന്തെങ്കിലും സംഭവം അത് അതിന്റെ അമ്മായി പെൺകുടിയാണ് അത് എന്റെ വല്യപ്പാൻ്റെ കുറച്ച് മുതൽ ഒരു വെച്ചൊരു ചെറിയ കച്ചറുണ്ട് അമ്മായി വന്നാൽ എന്നും കച്ചറയാണ് ഒരു ദിവസവും ഒഴിവില്ല ഞാൻ കരുതിക്കണെന്ന് എനിക്കറിയോ എന്റെ ഇപ്പം മീനുള്ള പ്രശ്നമാണ് ഇത് അമ്മായിന്റെ മുതൽ പ്രശ്നം ചെങ്ങായി എന്തിനാ കെട്ടിപ്പിടിച്ചിക്കണോ അതാണ് കൊടുത്തൂടെ നിങ്ങൾക്ക് മുതലൊക്കെ 7 വട്ടം കൊടുത്തതാണ് ഇപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് അതിന്റെ അതിർക്കൊരു പിലാവുണ്ട് അതിമക്കുറി ഒരു 2-3 ചക്കയും കഴിച്ചേക്കണ് അമ്മായി വന്നുകാണ്ട് പറയും അമ്മായിന്റെ ആണ് പിലാവ് അമ്മായിന്റെ ആണ് ചക്ക എന്ന് ഇന്റെ ഇപ്പം പറയും ഇന്റേതാണ് ചക്ക ഇജുടൂല ഇവര് രണ്ടാളും കൂടിയുള്ള തർക്കാണ് എന്താ ഇപ്പൊ ഇതിന് ചെയ്യാ അല്ലടാ ആ ചക്ക മൂപ്പായിക്കണോ ചക്കയൊക്കെ നല്ലോ മൂത്തക്കണോ ഒരു ചെറിയ മണമുണ്ട് അത് പൂത്തക്കണോ എന്നാ എന്റെ ഇപ്പം അമ്മായും വേദാറാവണ്ട അതൊന്ന് ഞാൻ രാത്രിയോട് തീരുമാനമായി തരാം അതുകൊണ്ടുള്ള പണി എനിക്ക് അറിയാഞ്ഞിട്ടല്ല അത് ഞാൻ പൈക്ക് ഇറങ്ങി തിരിച്ചാൽ വലിയ കച്ചറയക്കാരം ഇതൊരു കാര്യം ചെയ്യുന്നത് ക്ലബ്ബ് കൊണ്ടൊക്കെ
നമുക്ക് അവിടുന്ന് തീരുമാനം ഉണ്ടാക്കാം. എന്നാ എനിക്കൊന്ന് കേൾക്കണോ? എൻ്റെ ഇപ്പം അമ്മായും ഒരു കുഴപ്പമില്ല, അത് കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തും ചെയ്തു. ഇപ്പം അമ്മായി ഇടക്കൊന്ന് വരും, അമ്മായി വന്നുകൊണ്ട് പോകും. അതുകൊണ്ട് നമുക്ക് നല്ല റാഹത്താണ്. ഞാനതിൻ്റെ അപ്പാനോടും അമ്മായിനോടൊക്കെ നിരന്തരം പറയണ്ടാണ്, നല്ലേശലേക്ക് നിന്ന് പോയിക്കോളിന്ന്. ഈ ദുനിയാവിൽ കുറഞ്ഞ കാലല്ലേ ഉള്ളൂ. അത് നന്നായിട്ട് ജീവിച്ച് മരിച്ചു പോയാൽ നാട്ടുകാർ ഒരു നല്ല വർത്താനം പറയും. മറ്റേത് ഇത് അയലൊക്കെ തിരിക്കുന്നവർക്കും ഒക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ട് എന്ത് കാര്യമുള്ളത്? മാനോ ദത്താടെ ചാക്കിയില് അത് കുറച്ച് തേങ്ങയാണ്. തേങ്ങ എന്നാ എടുത്ത് അരക്കോ ഒത്തുക്ക്. ദത്തിനെ മാനോ ആ തേങ്ങ കയറ്റി പോന്നിക്കുണ്ട്. തേങ്ങ ഇട്ടിട്ട് 4 ദിവസമായി. ഇപ്പൊ നല്ല വില ഉണ്ടല്ലോ. അപ്പൊ ഞാൻ പൊളിച്ചുകൊണ്ടൊക്കെ വിറ്റു. അപ്പൊ ഒരു 10 രൂപ എനിക്ക് അരക്കാലോ വെച്ചിട്ട് കൊടുന്നതാണ്. ഇജാ ഒന്നിച്ചാണ് കൊടുത്തുകൂടാ. അതിന് എന്തിനപ്പൊ ഇങ്ങോട്ട് കൊടുന്നു? ഇപ്പൊ അവിടെ മുതലൊന്നും ഇല്ലല്ലോ. അതിന്റെ എന്നോ ഞാൻ വിറ്റ് വെച്ച് കൊടുന്നില്ലേ. അന്റീന്ന് ഇപ്പൊ തിരിച്ച് കൊണ്ടുവരേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. അവിടുത്തത് ഇപ്പൊ അൻ്റെത് ഇൻ്റെത് എന്നൊന്നുമില്ല. അൻ്റെത് ഇപ്പൊ അത്യാവശ്യമായപ്പോ നേരത്തെ വിറ്റു. തേങ്ങ പൊളിച്ചപ്പോ വെച്ച് വല്ലാത്തൊരു പൊതിയുടെ എനിക്ക് 10 കൊടുന്നേരായിട്ട് അങ്ങനെയാണ് കൊടുന്നതാണ്. പിന്നെ പാടത്ത് പൂളറി തുടങ്ങിയിരിക്കുന്നു. കുറെ ചെറിയ പൂളുണ്ട് ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ട്. അതുകൊണ്ട് കൊണ്ടുവരാനേ സുക്കൂറിനോടോ അബ്ബാസിനോടോ ഒന്ന് വരാൻ പറയുള്ളേ. എന്നെ കൊണ്ട് ആ വണ്ടിമ ഒക്കെ കൂടി വെച്ച് കൊണ്ടുവരാൻ വെച്ചായിട്ടാണ്. പൊന്നാര മാനോജാ വണ്ടിമ ഒന്നും കൊണ്ടുവരണ്ട. അച്ഛ അല്ലെങ്കിൽ തന്നെ പേടിയാണ് ജാ വണ്ടിമ എന്തേലും വെച്ച് ഇങ്ങോട്ട് വരുമ്പോ. ഞാൻ അത് സുക്കൂറിനെ അബ്ബാസിനെ ആരേലും ഒരാളെ പറഞ്ഞേക്കണ്ട്. അല്ല ഇവിടെ ആരും ഇല്ലേ? അളിയാങ്കിൽ കുട്ടികളെ കൊടുക്കാൻ പോയി. കുട്ടികളൊക്കെ മാനോ സ്കൂൾ പൂട്ടിയതല്ലേ, മദർസ ഒക്കെ ലീവാക്കി കാണ്ട് ഓല് വിരുന്നയിക്കണു. അളിയാക്കാണെങ്കിലോ ഇജ്ജിന്റെ അടുത്തേക്ക് വന്ന മാതിരി പെങ്ങളെ കാണാൻ ആട് പോയിക്കണു. പഠിച്ചോനെ 4 ദിവസം മുന്നേ വിളിച്ചപ്പോ പറഞ്ഞല്ലേ തലമിന്നലാണ്. നിങ്ങളിപ്പോ പാലപ്പള്ളിക്ക് ആഴ്ചമ്മന്റെ അടുത്തേക്ക് ഒറ്റക്കാ പോയിക്കൊണ്ടത്? ഒറ്റക്കന്നെ പോയിക്കുണ്ട്. ആഴ്ചമ്മന്റെ അടുത്ത് എത്തി അറിഞ്ഞാണ്ട് വിളിച്ചീനു. അല്ലക്കള നിങ്ങളൊക്കെ ഇപ്പൊ എന്തിനാ പഠിച്ചിട്ടത്? ഞങ്ങൾ ഇനി +2. +2 റിസൾട്ട് ഒക്കെ വന്നാ? ഇല്ല, അടുത്ത മാസം. മൈമുട്ടിയൊക്കെ നിങ്ങളെ അഫ്സല് നമ്മളെ പണല്ലോ പഠിച്ചിട്ടുണ്ട്. ഓന്റെ പങ്ക് പഠിച്ചിട്ടത്. നിങ്ങൾക്ക് ഇപ്പൊ ആരെ മക്കളാ? ഇച്ചിരി പുത്തല്ല. ഞാൻ കൊണ്ടുപോയി സിദ്ധിക്കാനോ ഓനാ. ഇവനോ? ഓന് കൊളക്കാടം മൈമുട്ടിയാക്കാനോ ആണ്. നിങ്ങളൊക്കെ വല്യപ്പാരിന്റെ ചങ്ങായിമാരാണ്. യാതാലേ എല്ലാം പഠിച്ചോണ്ടി. നമ്മളൊക്കെ ചെറുപ്പത്തിലൊന്നും അതിന് അവസരം കിട്ടിയിട്ടില്ല. ആ പഠിപ്പിച്ചാനൊക്കെ പഠിപ്പിച്ചേക്കണു. പക്ഷെ എത്ര തോനെ പഠിച്ചാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ അങ്ങാടിക്ക് ഇറങ്ങിയായിരുന്നു. അപ്പൊ വല്ലാത്തൊരു കുഴക്ക അവിടെ ഇരിക്കേ. എന്റെ പേരക്കുട്ടികളും പഠിച്ച കുട്ടികളാണ്. അപ്പൊ ഓരോട് ഇങ്ങനെ നാട്ടിൽ തന്നെ വന്ന് ഇരിക്കുന്നു. അല്ല എവിടെ ഇവിടുന്ന് വരുന്നു? ഞാൻ അവിടെ വീടിന്റെ അവിടെ ബസ് ഇറക്കി ഇങ്ങനെ നടക്കേ. എന്റെ പെങ്ങളെ ആഴ്ചപ്പൂവിന്റെ അവിടെ പോയി വരികയാണ്. രാവിലെ പോയിക്കണു. എങ്ങനെ ഇപ്പൊ ബെജാതപ്പ അവിടേക്ക് പോയി? നിങ്ങള് കൊറേ പോണുള്ള ബസ്സിന് പാലപ്പുള്ളിയാണുള്ളത്. ബെജാത്തൊന്ന് നോക്കിയിട്ട് കാര്യമില്ല മൈമുട്ടിയെ. അവനാൻ്റെ ഒരു ഉടപ്പറപ്പല്ലേ. ആകച്ച് പെങ്ങളായിട്ട് ഓളന്നുള്ളൂ. പണ്ടൊക്കെ ആഴ്ചയിലൊക്കെ പോയി എന്നീന്നു. ഇപ്പൊ 1 മാസം 2 മാസം കൂടുമ്പോ ഒന്ന് പോവുള്ളൂ. കണ്ടില്ലെങ്കിൽ ഒരു പൊറുതിയേടാണ് ഓളെ. ബാപ്പിയമ്മയും മരിച്ചതിനേശേ ബന്ധങ്ങളൊക്കെ പറ്റ കുറഞ്ഞു പോവാണ്. അത് നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. പാപ്പിമ്മ ഉള്ളപ്പോഴേ എല്ലാരും പേരും പോക്കുണ്ടാവും. ഓരോ കാലം കഴിഞ്ഞാൽ പിന്നെ ഉണ്ടല്ലോ പോക്കും പേരും കൊണ്ട് കുറയും. ഇപ്പത്തെ തലമുറന്റെ കാര്യം ഇപ്പൊ എങ്ങനെയെന്ന് പറയാൻ പറ്റൂല. പഴയ ബന്ധമൊന്നുമേ ഇപ്പത്തെ കുട്ടികൾക്കൊന്നും ഇല്ല. ഒക്കെ ഇപ്പൊ ഫോണിൽ കൂടിയുള്ള ബന്ധമുള്ളൂ. നേരിട്ട് കണ്ട് വർത്താനം പറഞ്ഞിട്ടൊക്കെ കാലങ്ങളായിട്ടുണ്ടാവും ഓരോരുത്തര്. ഇപ്പൊ ഫോണായിട്ടൊക്കെ ഉള്ള ബന്ധം തന്നെ ഉള്ളൂ. അതും ഇല്ലാത്തവരുണ്ട്. പിന്നെ ഇപ്പൊ എന്താ അറിയാ, മുതൽ ഓരി പോക്കല് ഇങ്ങനൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒക്കെ തമ്മ് ചെതറി. അത് ഇജ്ജ് പറഞ്ഞത് ശരി തന്നെയാണ്. പാപ്പാന്റെ മുതൽ ഓരി വെച്ചാലേ പിന്നെ മക്കളൊക്കെ തച്ച് പിരി. നമ്മളെ ആ കുഞ്ഞാപ്പൂന്റെ സ്ഥിതി തന്നെ ഇപ്പൊ എനിക്കറിയില്ലേ. ഓനിപ്പോ തിരക്ക് കൂടിക്കാണ്ട് എന്തുമാതിരി നല്ല രീതിയിൽ കുടുംബമായിട്ട് നടന്നിരുന്ന ആൾക്കാരാണ്. നമ്മളൊക്കെ പ്രായക്കാരെ കാലം കഴിഞ്ഞാലേ ഇത്രയും ഉണ്ടാവൂല. സ്വന്തം പെരയിൽ തന്നെ തമ്മിൽ മുണ്ടാട്ടില്ലല്ലോ. ഓരോ മൂലൊക്കെ ഓരോ മൊബൈൽ കിട്ടാണ്ട് കൂടുകയാണ്. മറ്റൊക്കെ ഒപ്പം ഇരിക്കും, തിന്നലും കുടിച്ചലും നാട്ടത്താണം പാടലും കൊഞ്ചിച്ചലും വേറെ കുട്ടികളെ ഓരോ തോളിലും. ആ കാലൊക്കെ പോയി. ചില പെരിയിലൊക്കെ പൂരുമ്പാട്ടിലൊക്കെ എപ്പോഴും ഉണ്ട്. അത് കാണുമ്പോൾ വലിയ സന്തോഷമായിരുന്നു മനസ്സിക്ക്. ഇപ്പൊ 2 നേരം മനസ്സിനൊക്കെ ടെൻഷനാണല്ലോ. ഇപ്പോൾ എന്തിനും മരുന്നാണ്. അന്നതൊന്നും ഇല്ലായിരുന്നു. എന്താ കാരണം എന്നറിയാം, ഈ ബന്ധം ഉണ്ടായതുകൊണ്ട് എപ്പോഴും മനസ്സിനുള്ള സന്തോഷമാണ്. ഇപ്പൊ ഈ മുതലേച്ചുള്ള പാച്ചിലാണ്. പൊന്നാര മക്കളെ, എല്ലാ കുടുംബത്തിലുള്ള പ്രശ്നമാണിത്. വാപ്പി ഇമ്മയും ജീവിച്ചിരിക്കുമ്പോഴേ നമ്മൾ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഏട്ടനും അഞ്ചനും പെങ്ങന്മാരേറ്റൊന്നും. ഓല് മരിച്ചു പോയി നമ്മൾ ആ മുതലൊന്നാണ്ട് ഊരച്ചാൽ തുടങ്ങും കച്ചറ. എല്ലാ പേരാളിലും ഉണ്ട്. അങ്ങനൊന്നും ആവരുത് കേട്ടോ. നമ്മളെ കൂടപ്പറപ്പാളായിട്ട് ഒരു ബന്ധത്തിൽ നിൽക്കുക എല്ലാവരും. ഓലായിട്ട് തെറ്റിപ്പിരിഞ്ഞൊന്നും നടക്കല്ലേ. നമ്മൾ ചെറുപ്പത്തിൽ അന്ത്രന്മാരും കാരണന്മാരും പെങ്ങന്മാരും ആങ്ങളാരും ആണ്ടും കൊണ്ടൊക്കെ തിരക്കൂടും. അന്ന് നമ്മളെപ്പോഴും പറയും ഇണകൃവല്ലാതെ നടന്നോളിന്ന്. ആ ഒരു സ്വഭാവം വലുപ്പത്തേക്കും നമ്മൾ കൊണ്ടുവരണം.
അങ്ങനൊന്നും ചെരുത്. നല്ല ഒരു സുഹൃത്തുക്കളായിട്ട്, നല്ല ഒരു സഹോദരങ്ങളായിട്ട് സന്തോഷത്തോടു കൂടി ഒരു കുടുംബത്തിൽ ജീവിച്ച്. അതാണ് ഈ ബീരാങ്കാക്ക് നിങ്ങളോട് പറയാനുള്ളൂ.